എല്ലാരും മൈക്ക് ഓൺ ചെയ്ത് വെക്കട്ടോ. ഫാത്തിമ, നാഫിയ, ആയിഷ, സന. എന്തായി? ഞാൻ ഇന്നലെ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നില്ലേ, എഴുതിയെടുത്തോ? എതിർത്ത് സെക്കൻഡ്. ഫാൻ നെയ്റ്റ് ഇത് പഠിച്ചു 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 ഇതിലിപ്പോ നമ്മള് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ ഞാന് 20 ബിസിനസ് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റത്തെ എന്താ? ഓണർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 1 lakh. ഇതിന്റെ പിന്നെ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിട്ട് വരച്ച് വെച്ചില്ലേ നിങ്ങള്? എല്ലാവരും വരച്ചിട്ടില്ലേ? അവിടെ ഡേറ്റ് എന്നുള്ള കോളത്തിൽ നമുക്കിപ്പോ ഡേറ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ. 1 2 3 4 അങ്ങനെ എഴുതിയാൽ മതി ഡേറ്റ്. ഓക്കെ. പിന്നെ പർട്ടിക്കുലേഴ്സ് എന്നുള്ളിടത്താണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. അതുപോലെ തന്നെ ഡെബിറ്റിന്റെ ആണ് ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റിന്റെ അവിടെ ക്രെഡിറ്റ് എമൗണ്ട്. ഇപ്പൊ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഓണർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 1 lakh. ഇത് ജേണൽ എൻട്രി വരാം. ഏതൊക്കെ അക്കൗണ്ട്സ് വരാം? ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെ ക്യാഷ് അക്കൗണ്ട്സ് വരാം? അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ. രണ്ട് അസെറ്റ്സ്, രണ്ടും എന്താണ്? സോറി, ക്യാപിറ്റൽ ആണ്, ക്യാഷ് എന്താണ്? അസെറ്റ് ആണ്. അപ്പൊ ഇവിടെ ഏത് അസെറ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്? ക്യാഷ് എന്ന് പറയുന്ന അസെറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മള് റൂള് നോക്കാം. റൂളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. റൂള് നോക്കിയിട്ട് ജേണൽ എൻട്രി ചെയ്താം. ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്നാണ് ജേണൽ എൻട്രി വരാം. ഇങ്ങനെ എഴുതണം കേട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ? ഇതില് ഇങ്ങനെ നമ്പർ 1 ഇടാം, എന്നിട്ട് ക്യാഷ് അക്കൗണ്ട്, അതിന് നേരെ ഡി ആർ എന്ന് പറയുന്നത് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്.
സോറി, ഇതല്ല ടാക്സ്, ഇതല്ല. ഇങ്ങനെ എഴുതാം. എന്നിട്ട് ക്യാഷിന്റെ അവിടെ നേരെ ഡെബിറ്റ് കോളത്തില് ക്യാഷിന്റെ എമൗണ്ട് എഴുതാം, ക്രെഡിറ്റ് കോളത്തില് ക്യാപിറ്റലിന് നേരെ എമൗണ്ട് എഴുതാം. എഴുതിയോ? യെസ്. നെക്സ്റ്റ് എന്താ? ഡെപ്പോസിറ്റഡ് 50,000 ഇൻറ്റു ബാങ്ക്. SBI ബാങ്ക് അല്ലേ? അപ്പൊ ഏതൊക്കെ അക്കൗണ്ട് വരാം? ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും, രണ്ട് അക്കൗണ്ട് വരാം. ബാങ്ക്, ക്യാഷ്, ഈ രണ്ടും എന്താണ്? ബാങ്കും ക്യാഷും കറന്റ് അസറ്റ് കേട്ടോ. രണ്ടും കറന്റ് അസറ്റ് ആണ്. അപ്പൊ അസറ്റിന്റെ റൂള് നോക്കാം. എഴുതാം. ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന ഏതാ? നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ എമൗണ്ട് കൂടും അല്ലെ, നമ്മളെ കയ്യിലുള്ള ക്യാഷ് കുറയും. അപ്പോ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യാം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. SBI അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്, അങ്ങനെയാണ് ജേണൽ എൻട്രി വരാം. അത് എഴുതാം. SBI ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്, എമൗണ്ട് കോളത്തില് എമൗണ്ട് എഴുതാം. പോയി വിളിച്ചോ. നെക്സ്റ്റ് എന്താ? ക്വസ്റ്റ്യൻ വായിച്ചോ. Purchased goods for cash. ഏതൊക്കെ അക്കൗണ്ട്സ് വരാം? പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. യെസ്. ഇവിടെ Purchase പർച്ചേസ് account, പർച്ചേസ് എന്താണ്? cash, goods, പർച്ചേസ് രണ്ട് അക്കൗണ്ട് വരാന്ന് പറഞ്ഞു, പർച്ചേസും പിന്നെ ക്യാഷും. പർച്ചേസ് എന്ന് പറയുന്നത് purchase cash, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ്. യെസ്. ക്യാഷ് അസറ്റ്. അപ്പൊ എക്സ്പെൻസിന്റെയും അസറ്റിന്റെയും റൂളാണ് നോക്കണ്ടേ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. യെസ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എക്സ്പെൻസിന് നമ്മൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ് ചെയ്യണം. യെസ്, ഡെബിറ്റ്. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഇപ്പൊ ജേണൽ എൻട്രി വരാം, പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. നെക്സ്റ്റ് purchase goods on credit from Anil Traders. അനിൽ ട്രേഡേഴ്സ്. ഏതൊക്കെ അക്കൗണ്ട്സ് വരാം? Purchase account, Anil Traders. പർച്ചേസ് അക്കൗണ്ടും അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ടും അല്ലെ. പർച്ചേസ് നമുക്കറിയാം എക്സ്പെൻസ് ആണ്. അനിൽ ട്രേഡേഴ്സ് എന്തായിരിക്കും? Creditors, ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കടം ഇങ്ങോട്ട് പൈസ ക്രെഡിറ്റേഴ്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ലേ. അതെന്തായിരിക്കും? നമ്മുടെ അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഏതാണ്? അങ്ങോട്ട് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവര്. എക്സ്പെൻസ്
എക്സ്പെൻസ് ആണോ, ലാബിലിറ്റി ആണോ, അസറ്റ് ആണോ? ലാബിലിറ്റി അല്ലേ, നമ്മുടെ ബാധ്യതയല്ലേ, നമ്മൾ അങ്ങോട്ട് കൊടുത്തു തീർക്കണ്ടേ. അപ്പൊ ഇതൊരു ലാബിലിറ്റി ആണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം റൂള് ക്രെഡിറ്റ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂള് ഡെബിറ്റ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു അനിൽ ട്രേഡേഴ്സ് അങ്ങനെയാണ് വരാം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു അനിൽ ട്രേഡേഴ്സ്. എന്താ പോട്ടെ. എമൗണ്ട് കോളത്തിൽ നേരെ എമൗണ്ട് എഴുതണം. പർച്ചേസ് ഇതുപോലെ എഴുതണം കേട്ടോ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, ഇതിന് നേരെ ഡെബിറ്റ് എമൗണ്ട് എഴുതാ. താഴെ ടു അനിൽ ട്രേഡേഴ്സ് എഴുതുമ്പോൾ അതിന് നേരെ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ എമൗണ്ട് എഴുതാം. ഇപ്പൊ നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് വെക്കുന്ന ബുക്കാണ് എന്ത്, ജേണൽ കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്ത് വെക്കുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് പിന്നെ നമ്മൾ ഓരോ അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജേണൽ എൻട്രി എഴുതാം. നെക്സ്റ്റ് Sold goods for cash. Sold goods for cash. 18,000. 18,000. ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് വരാ? Cash account Sales account. സെയിൽസും അല്ലേ. ഇപ്പൊ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബിസിനസ്സിലേക്ക് വരും അല്ലെ. അപ്പൊ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെയിൽസും ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. ക്യാഷ് ഒരു കറന്റ് അസറ്റ് ആണ്. സെയിൽസ് എന്താണ്? സെയിൽസ് ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, ലാബിലിറ്റി ആണോ, അസറ്റ് ആണോ? revenue. സെയിൽസ് Revenue. യെസ്, ഇൻകം, റവന്യൂ, ഇൻകം അല്ലേ. അപ്പൊ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോ ഇൻകത്തിന്റെ റൂള് എന്താ? Credit. ക്രെഡിറ്റ്. കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. അതുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് ജേണൽ എൻട്രി വരുന്നത്. ഇതുപോലെ എഴുതാം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതാം. ഇതിൽ പുതിയ ആള് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പേരെന്താ? റിഷാന. റിഷാന. ഓക്കെ, റിഷാന ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാ, ഒന്നും ചെയ്യുന്നില്ല. ഏതാ പഠിച്ചേതാ? ഞാൻ +2 കൊമേഴ്സ്, ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഒരു 5th സെം വരെയൊക്കെ പോയി. BBA. കുറെ വർഷമായി. എത്ര വർഷമായി ഇത്? 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞല്ലേ? ഡിഗ്രി കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഞാൻ ഇതിന്റെ 2 ക്ലാസ് കഴിഞ്ഞു നമ്മളത്. അതിന്റെ റെക്കോർഡ് ഞാൻ ഇടാം കേട്ടോ. ഓക്കെ. ഒരു റെക്കോർഡ് എനിക്ക് കിട്ടിയിരുന്നു. കിട്ടിയോ? ഒന്നാ കിട്ടിയ രണ്ടോ കിട്ടിയ? മെസ്സേജ് അയച്ചിരുന്നു. എങ്ങനെ? രണ്ടും കിട്ടിയോ? ഒരു റെക്കോർഡ് ക്ലാസ്സും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നിരുന്നു. പക്ഷെ ഞാന് പിന്നെ ബസ്സിലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. ശരി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ? Sold goods on credit to Rahul. Credit to Rahul. 20,000. യെസ്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു രാഹുൽ അല്ലേ. എന്താ മീനിങ് എന്താ? രാഹുലിന് കടത്തിന് സാധനങ്ങൾ വിറ്റു. അപ്പോ ഇവിടെ ഏതൊക്കെ അക്കൗണ്ട്സ് വരാ? രാഹുലും സെയിൽസും. രാഹുല് എന്താണ് നമ്മളെ ലാബിലിറ്റി ആണോ, അസറ്റ് ആണോ? അസറ്റ്. എന്തുകൊണ്ട് അസറ്റ് ആവുന്നത്? നമുക്ക് പൈസ കിട്ടാണ്ട് ഭാവിയിൽ. നമ്മൾക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് അല്ലേ. അസറ്റ് ആണ്. അപ്പോ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സെയിൽസ് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. രാഹുൽ അക്കൗണ്ട് ടു സെയിൽസ്.
എഴുതിക്കോ, എമൗണ്ട് എഴുതണേ. അവിടെ കിടന്നോ. മരുന്ന് ഉം. ഉം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ Paid salary. Paid salary, Rupees 8,000. പെയ്ഡ് സാലറി Expense. ₹8,000. സാലറിയും ക്യാഷും ആണ് വരാം അല്ലേ? Yes. സാലറി എന്താണ്? Expense. യെസ്, എക്സ്പെൻസ് ആണ്. ബിസിനസിന്റെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സാലറി കൊടുക്കുമ്പോൾ. ഇപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം. Debit ചെയ്യാം. അസറ്റ് ക്യാഷ് ഇവിടെ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. ലുബാബത്ത് എന്നല്ലേ പേര്? ന്യൂ അഡ്മിഷൻ. യെസ് മാം. ഓക്കെ. ലുബാബത്ത് എവിടെയാണ്? ഞാനിപ്പോ കറന്റ്ലി ദുബായിലാണ്. നാട്ടിലെവിടെ? നാട്ടില് മലപ്പുറം. മലപ്പുറം. Yes. ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഇപ്പോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോ +2 കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഈ കോഴ്സിന് ജോയിൻ ചെയ്തു. +2 ഇപ്പം കഴിഞ്ഞതാ? അല്ല, കഴിഞ്ഞ വർഷം. ഓക്കെ. ഏതാ +2 ഏതെടുത്തെ? സയൻസ്. സയൻസോ? ആ റെക്കോർഡ് കിട്ടിയില്ലേ ക്ലാസിന്റെ? ഇല്ല, ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആദ്യം DHAല് ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതായപ്പോ ഇതിലേക്ക് മാറിയത്. ഓക്കെ. നമുക്ക് ആകെ ഇപ്പൊ 2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് അക്കൗണ്ട്സിന്റെ ബേസിക്കും പിന്നെ മീനിങ് ടേംസ് ഇപ്പം ജേർണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ 2 ക്ലാസ് ഒന്ന് കേൾക്കണം കേട്ടോ. അപ്പൊ തന്നെ ക്ലിയർ ആവും. ഇപ്പം ജേർണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. 2 റെക്കോർഡ് ക്ലാസ്സും കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് അയക്കാം. ആ റെക്കോർഡ് കേട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ട്രാൻസാക്ഷൻ Purchased office stationery for cash 1,500. ഓഫീസ് സ്റ്റേഷനറി വാങ്ങിച്ചു അല്ലെ? ഓഫീസ് സ്റ്റേഷനറി എന്ന് പറയുന്നത് എന്താണ് ബിസിനസിന്റെ? Expensive. എക്സ്പെൻസ് ആണ്. Asset. എക്സ്പെൻസ് ആണ് കേട്ടോ. ഓഫീസ് സ്റ്റേഷനറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, അത് അസറ്റ് അല്ല. ഓക്കെ. അപ്പൊ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. Debit. Cash account. ക്യാഷ് കൊടുത്തിട്ടല്ലേ വാങ്ങിക്കുന്നത്? ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ്. അപ്പൊ സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടാം കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ ക്ലാസ് കുറച്ച് സ്പീഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തിയറി പെട്ടെന്ന് തീർക്കാൻ നോക്കുന്നത്. ആദ്യത്തെ ഡിഫയില് കുറച്ച് അധികം ഞാൻ തിയറി കൊടുത്തു, പക്ഷെ പ്രാക്ടിക്കൽ കുറച്ച് നമ്മൾ വൈകിപ്പോയി കഴിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സ്പീഡാക്കുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് ചോദിക്കാം. നെക്സ്റ്റ് Received commission. യെസ്, കമ്മീഷൻ റിസീവ്ഡ് അല്ലേ? ഇങ്ക അല്ലേ? Income increase ചെയ്യും. ഇങ്ക ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇങ്കത്തിന് നമ്മൾ Debit, credit കൊടുക്കും. ക്രെഡിറ്റ് ചെയ്യാം. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ആയിട്ടാണ് കമ്മീഷൻ കിട്ടുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിന്റെ റൂളും ഡെബിറ്റ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്. മരുന്ന് കുടിച്ചില്ലേ പനി കൂടും.
ഈ ജേണൽ എൻട്രിയിലോ അല്ലെങ്കിൽ റൂൾസിലോ എന്തെങ്കിലും മനസ്സിലാവുക. രണ്ട് തരം റൂൾസ് ഉണ്ട്. അക്കൗണ്ടിങ് റൂൾസ് നമുക്ക് രണ്ട് വിധത്തിൽ പഠിക്കാം. ട്രഡീഷണൽ റൂളും ഉണ്ട്, മോഡേൺ റൂളും ഉണ്ട്. ഇത് ഞാൻ മോഡേൺ റൂൾ പ്രകാരമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ട്രഡീഷണൽ പറഞ്ഞു തരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ മോഡേൺ റൂളാണ് ഈസി. അതുകൊണ്ടാണ് മോഡേൺ റൂൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും ജേണൽ എൻട്രിയോ റൂൾസ് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാവാണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പേഴ്സണലി മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ആക്കി തരാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ? Received discount from Anil Traders rupees 500. ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലേ? ഉം. നമ്മൾ അനിലായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ട്രാൻസാക്ഷൻ മുമ്പ് ചെയ്തിട്ടില്ലേ? എന്താണ്? Goods on credit. Sir, goods on credit from Anil. യെസ്, സോൾഡ് ഗുഡ്സ് അല്ലേ? സോൾഡ് ഗുഡ്സ് ആണോ? Taste goods. Purchased goods. യെസ്, പർച്ചേസ് ഗുഡ്സ്. അപ്പൊ നമ്മൾ അനിലിന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അനിലിന് നമ്മൾ ക്യാഷ് കൊടുക്കണം. നമ്മൾ ക്രെഡിറ്റർ ആണ്. ആ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഡിസ്കൗണ്ട് കിട്ടിയെന്ന് പറയുന്നത്. ഉം. മനസ്സിലായോ? ഇപ്പൊ ഒരു 10,000 കൊടുക്കാനുണ്ടെങ്കിൽ എത്രയാണ് കൊടുക്കാനുള്ളത്? 25,000 അല്ലേ? 25,000 ആണ് അനിലിന് നമുക്ക് കൊടുക്കാനുണ്ടായത് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത സമയത്ത്. ഉം. ഇപ്പൊ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അഞ്ഞൂറ് 500 ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ ഇവിടെ തന്നിട്ടില്ല. ഡിസ്കൗണ്ട് ആണ് 500 പറഞ്ഞിട്ടുള്ളത്. ഡിസ്കൗണ്ട് റിസീവ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്കാണ് അല്ലേ? ഉം. അനിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റർ, നമ്മളെ ലാബിലിറ്റി ആണ്. ലാബിലിറ്റി ഇവിടെ കുറഞ്ഞു. കുറഞ്ഞു അല്ലേ? ഉം. ഒരു 500 കുറഞ്ഞില്ലേ? ഉം. അതുകൊണ്ട് ലാബിലിറ്റി കുറയുന്ന സമയത്ത് ലാബിലിറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇൻകം കൂടുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരാം. അതൊന്നും കൂടി പറയോ? അതായത് നമ്മൾ അനിൽ ട്രേഡേഴ്സിന്റെ അടുത്തുനിന്ന് കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇതാ നാലാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു അനിൽ ട്രേഡേഴ്സ് അല്ലേ? 25,000. ഓക്കെ. ഈ സമയത്ത് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ക്യാഷ് കൊടുക്കുന്ന ഒരു ട്രാൻസാക്ഷൻ തന്നിട്ടില്ല. ജസ്റ്റ് ഡിസ്കൗണ്ടിന് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഡിസ്കൗണ്ട് മാത്രമേ എഴുതിയാൽ മതി. ഇപ്പൊ നമ്മള് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 500 അനിൽ ട്രേഡേഴ്സ് നമുക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്തു, അനുവദിച്ചു. ഇപ്പൊ 500 എന്താണ്? നമ്മളെ ഇങ്കാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാനുള്ളത് അനിൽ ട്രേഡേഴ്സിന് ഇനി നമ്മൾ എത്ര കൊടുക്കണ്ടു? 24,500 ഇനി കൊടുക്കണ്ടു. 500 ലാബിലിറ്റി നമുക്ക് കുറഞ്ഞു അല്ലേ? ഇപ്പൊ ലാബിലിറ്റി 500 കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാബിലിറ്റി കുറഞ്ഞപ്പോൾ അനിൽ ട്രേഡേഴ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ഇവിടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനിൽ ട്രേഡേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അനിൽ ട്രേഡേഴ്സ് നമ്മൾ ലാബിലിറ്റി ഇത്രയും കണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 25,000 നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അനിൽ ട്രേഡേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തത്. ഡിസ്കൗണ്ട് കിട്ടുന്ന സമയത്ത് 24,500 നമ്മൾ കൊടുക്കണ്ടു. ഒരു 500 നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. അത്രയും ലാബിലിറ്റി കുറഞ്ഞു. അതുകൊണ്ടാണ് അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിസ്കൗണ്ട് റിസീവ് എന്ന് വരുന്നുണ്ട്. ഇനി നമ്മൾ അനിൽ ട്രേഡേഴ്സിന് ക്യാഷ് കൊടുക്കുകയാണെന്ന് വിചാരിക്ക്. 24,500 ക്യാഷ് കൊടുക്കാണ്. അപ്പൊ എങ്ങനെ ജേണൽ എൻട്രി വരാം? എങ്ങനെ വരാം? അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റ് 24,500 ടു ക്യാഷ്. മനസ്സിലായോ? അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റ് 24,500 എന്തുകൊണ്ട് വരുന്നത്? അത്രയും ലാബിലിറ്റി കുറഞ്ഞു നമ്മൾ കൊടുക്കുമ്പോൾ. 500 കുറഞ്ഞു. 500 അല്ല, 24,500 നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ കൊടുക്കാനുള്ള ഫുൾ എമൗണ്ട്. അപ്പം അത്രയും കൊടുക്കാനുള്ളത് കുറഞ്ഞു. അതുകൊണ്ടാണ് കൊടുക്കുന്ന സമയത്ത് അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് വരുന്നത്. ഇത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നിട്ട് ആ കിട്ടുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് കാണിക്കുന്നത്. അനിൽ ട്രേഡേഴ്സിന് ഇവിടെ നമ്മൾ ഡെബിറ്റ് 500 ചെയ്താൽ മാത്രമേ ലാബിലിറ്റി 500 കുറയൂലൂ. മനസ്സിലായില്ലേ?
നിങ്ങൾ ഇൻകംസ് ഏതൊക്കെയാണ്, എക്സ്പെൻസ് ഏതൊക്കെയാണ്, അതിന്റെ ഒരു ചാർട്ട് ആക്കിയിട്ട് വിട്ടു തരുമോ? അതിന്റെ ഞാൻ ലെഡ്ജർ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരും. ഓക്കെ. ലെഡ്ജർ അക്കൗണ്ട്സ് ഞാൻ ഗ്രൂപ്പിലിടാം. ആ അതെങ്ങനെ മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ബിസിനസ്സിലേക്ക് ഇപ്പം ഇൻകം റിസീവ്ഡ് ആ ഒരു ട്രാൻസാക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് അതിന്റെ മീനിങ് ഉണ്ട്. ഇൻകം റിസീവ്ഡ്, ഇൻകം കിട്ടി അല്ലെ, ഇൻകാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റിസീവ് ചെയ്യുന്നതൊക്കെ ഇൻകാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, സെയിൽസ്. ബിസിനസിന്റെ സെയിൽസ് എന്ന് പറയുന്നത് മെയിൻ ഇൻകം അല്ലെ. സാധനങ്ങൾ വിൽക്കുന്ന വഴിയല്ലേ ബിസിനസിന് ലാഭം ഉണ്ടാവാം, ക്യാഷ് കിട്ടാം. സെയിൽസ് ഇൻകം. ഉം. എക്സ്പെൻസ് ഒക്കെ എങ്ങനെ മനസ്സിലാവാം? പേ ചെയ്യുന്നതൊക്കെ സാലറി പെയ്ഡ്, വേജസ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, റെന്റ് പെയ്ഡ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോണ്. ഇതൊക്കെ ബിസിനസിന്റെ എന്താണ്, എക്സ്പെൻസ് ആണ്, അങ്ങോട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മെയിൻ എക്സ്പെൻസ് എന്താണ്, വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങൂലേ, പർച്ചേസ്. ഉം. അതാണ് മെയിൻ എക്സ്പെൻസ്. ബാക്കിയുള്ളതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നിട്ട് എക്സ്പെൻസ് ആയിട്ട് വരും. പിന്നെന്താണ് ലാബിലിറ്റി. ലാബിലിറ്റി വരാം ബിസിനസിന്റെ ബാധ്യതകൾ. അതായത് ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടാകുമ്പോഴാണ് മെയിൻ ആയിട്ട് ലാബിലിറ്റി വരാം. ക്രെഡിറ്റ് പർച്ചേസും ലോൺ എടുക്കുന്ന സമയത്തുമാണ് മെയിൻ ആയിട്ട് ലാബിലിറ്റീസ് വരാം. ബാങ്ക് ലോൺ, ക്രെഡിറ്റേഴ്സ്. ഇപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തു, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനിൽ ട്രേഡേഴ്സ്. അപ്പൊ അനിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ക്രെഡിറ്റർ. അപ്പൊ അനിൽ ട്രേഡേഴ്സ് എന്താണ്, ലാബിലിറ്റി ആണ്. ഇനി നമ്മൾ ക്രെഡിറ്റ് സെയിൽ ചെയ്തു. ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടണം അല്ലെ. ഇപ്പൊ ABC ട്രേഡേഴ്സിന് നമ്മൾ ക്രെഡിറ്റ് സെയിൽ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫാത്തിമാക്ക് നമ്മൾ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ കടത്തിന് വിറ്റു. ഫാത്തിമ എന്ന് പറയുന്നത് നമ്മളെ ഡെപ്റ്റർ ആണ്, നമ്മൾ ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആളാണ്. അപ്പൊ നമ്മളെ ഡെപ്റ്റർ ഒക്കെ നമ്മളെ അസറ്റിന്റെ കാറ്റഗറിയിൽ വരും. ക്രെഡിറ്റർ ലാബിലിറ്റിയും ഡെറ്റർ അസറ്റും. പിന്നെ അസറ്റിന്റെ കാറ്റഗറിയിൽ കുറെ വരും. ഫിക്സഡ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിൽ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ, അങ്ങനെ നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ ഫിക്സഡ് അസറ്റ്സിൽ വരും. ഇതൊക്കെ അസറ്റ് ആണ്. അതുപോലെ തന്നെ കറന്റ് അസറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ്. നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞു ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാർ. അവർ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് തരുമ്പോൾ അത് ക്യാഷ് ആയി അല്ലേ, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി നമുക്ക് ഡെപ്റ്റേഴ്സിനെ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഡെപ്റ്റേഴ്സ് നമ്മളൊരു അസറ്റാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ്, നമ്മളത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് കയ്യിൽ വരും അല്ലേ. അതുകൊണ്ടാണ് അത് കറന്റ് അസറ്റിന്റെ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ക്യാഷ് അസറ്റ് ആണ്. ഇതൊക്കെയാണ് ടോട്ടൽ അസറ്റ്സിന്റെ കാറ്റഗറി വരാം. പിന്നെ ക്യാപിറ്റലേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഡ്രോയിങ്സ് വരും. ഡ്രോയിങ്സ് ക്യാപിറ്റൽ ആണ്. അണ്ടർ വരെ ക്യാപിറ്റൽ ആണ്. കാരണം ക്യാപിറ്റലിൽ നിന്ന് പേഴ്സണലി ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സിന്റെ അണ്ടർ ക്യാപിറ്റൽ ആണ് വരാം. ഇതിന്റെ ലെഡ്ജർ അക്കൗണ്ട്സ് അതിന്റെ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇനി നെക്സ്റ്റ് എന്താ, പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെൻസ് ആണ് അല്ലെ. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്തായിട്ടാണ് കൊടുക്കുന്നത്, ക്യാഷ് ആയിട്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോണും വരും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് വരും, പിന്നെ ക്യാഷും വരും. ഇവിടെ നമ്മൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് ടു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, രണ്ട് വിധത്തിലും എഴുതാം. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് എഴുതാം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് എഴുതാം. ഇൻട്രസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. മരുന്ന് കുടിക്കല്ലേ, അസുഖം കൂടും. ഞാൻ കൂടുന്നുണ്ട് കേട്ടോ, സൂചി വെക്കേണ്ടി വരും. ചൂട് പനി പിടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ വീടിന്റെ സൂചി വെക്കും. പിടിക്കാൻ ഞാൻ കൊണ്ടുകൊണ്ട് വരും. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ,
Received interest from SBI. Received Yes. interest from SBI Bank. അപ്പാണ് നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് സേവിങ്. നമ്മൾ ബാങ്കില് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷിന്റെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുക. അതെന്തായിരിക്കും? നമ്മുടെ ഇൻകം ആയിരിക്കും അല്ലെ? ഉം. ഈ ഇൻകം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലല്ലേ ക്രെഡിറ്റ് ചെയ്യാം. നമുക്ക് ക്യാഷ് ആയിട്ടല്ലല്ലോ കിട്ടുക, ബാങ്കിൽ ക്രെഡിറ്റ് ആവാണ് ചെയ്യാം അല്ലെ? അപ്പം ബാങ്ക് ബാലൻസ് കൂടി. ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്, കറന്റ് അസറ്റ്. ഞാൻ പറഞ്ഞു ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് കറന്റ് അസറ്റ് ആണ്. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യാം. ഇവിടെ അസറ്റ് ഏതാ? ബാങ്ക് Bank. ഏത് ബാങ്ക്? SBI SBI. bank account after to interest. Interest. SBI ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് റിസീവ് ആയിട്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻകത്തിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നമ്മൾ ബാങ്ക് കറന്റ് ഇൻട്രസ്റ്റ് അസറ്റ് പെയ്ഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് തന്നെ കൊടുക്കണോ? പിന്നെ ഇൻട്രസ്റ്റ് യെസ്, അക്കൗണ്ട് ഇൻട്രസ്റ്റ് പറ്റൂല. റിസീവ്ഡ് തന്നെ കൊടുക്കണം. കാരണം ഇൻട്രസ്റ്റ് റിസീവ്ഡും ഉണ്ടാവും, ഇൻട്രസ്റ്റ് പെയ്ഡും ഉണ്ടാവും. ആ. അതുപോലെ തന്നെ റെന്റ് റിസീവ്ഡും ഉണ്ടാവും, പെയ്ഡും ഉണ്ടാവും. അപ്പം പെയ്ഡ് റിസീവ്ഡ് അങ്ങനെ തന്നെ കൊടുക്കാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ To cash from SBI bank for office use 10,000. Withdraw ക്യാഷ് വിഡ്രോ ഫ്രം SBI ബാങ്ക് ഫോർ ഓഫീസ് യൂസ് അല്ലെ? 10,000. അപ്പം ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് കൂടി ബാങ്ക് ബാലൻസ് കുറയും അല്ലെ? രണ്ടും അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഇൻക്രീസ് ചെയ്യുന്ന അസറ്റ് ക്യാഷ് ആണ്, അതിനെ ഡെബിറ്റ് ചെയ്യുക. ഡിക്രീസ് ചെയ്യുന്ന അസറ്റ് SBI ബാങ്ക്, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു SBI ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് എന്താ? ക്യാഷ് റിസീവ്ഡ് ഫ്രം John. ജോൺ. ജോണിന്റെ അടുത്ത് നമുക്ക് ക്യാഷ് കിട്ടുന്നത് അല്ലെ? ഇപ്പൊ ജോണിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്, ജോൺ എന്തായിരിക്കും നമ്മളത്? ഡെറ്റർ ആണോ ക്രെഡിറ്റർ ആണോ? നമുക്ക് ജോണ് നമുക്ക് ക്യാഷ് തരാനുള്ള ആളാണ്. അപ്പൊ ജോണ് നമുക്ക് ക്യാഷ് തരുന്നു. നമ്മളെ ഡെറ്റർ അല്ലേ? ജോണ് നമ്മളെ ഡെറ്റർ ആണ്, ക്യാഷ് തരാനുള്ള ആളാണ്. ജോണ് നമുക്ക് ക്യാഷ് തരാണ് ചെയ്യുന്നത്. ഡെറ്റർ എന്ന് പറയുന്നത് അസറ്റ് ആണോ ലാബിലിറ്റി ആണോ എന്താണ്? അസറ്റ് അല്ലേ? ക്യാഷ് തരുമ്പോ അസറ്റ്. ജോണ് നമുക്ക് അത്രയും ക്യാഷ്, ഇപ്പൊ 7,500 ആണ് ജോണ് നമുക്ക് ക്യാഷ് തരാനുള്ളത്. നമ്മൾ ലാബിലിറ്റി ആയിട്ട് ഉണ്ടായത്, സോറി, അസറ്റ് ആയിട്ട് ഉണ്ടായത് 7,500 ആണ്. അസറ്റ് കുറഞ്ഞു. ഇപ്പൊ ക്യാഷ് ജോണ് തരുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് കൂടി അല്ലെ? ക്യാഷ് ആയിട്ട് തരല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി, ജോൺ എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. മനസ്സിലായോ? 7,500 അത്രയും കണ്ട് കുറഞ്ഞു. അതുകൊണ്ടാണ് ജോണിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ക്യാഷ് ആയിട്ട് കിട്ടി, ക്യാഷ് അസറ്റ് കൂടി, ടു ജോൺ നമ്മളെ ഡെറ്റർ കുറഞ്ഞു. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺ അക്കൗണ്ട്.
ഇതൊന്ന് ആക്കിയാൽ മതി. നെക്സ്റ്റ് ബീങ് ക്യാഷ് റിസീവ്ഡ് ഫ്രം എന്താണ് ട്രാൻസാക്ഷൻ എന്താ വരാ? Rahul. Received yes from Rahul. Same Received cash transaction. from Cash Rahul. account up to Rahul account. യെസ്, ക്യാഷ് റിസീവ് ചെയ്യുന്ന അല്ലേ രാഹുലിന്റെ അടുത്ത് നിന്ന്. ക്യാഷ് അക്കൗണ്ട് ടു രാഹുൽ അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ ജോൺസിന്റെ ചെയ്ത പോലെ തന്നെ രാഹുലിന്റെയും. നെക്സ്റ്റ് Paid Anil traders by check through SBI Bank. യെസ്, അനിൽ ട്രേഡേഴ്സിന് നമ്മൾ ചെക്ക് കൊടുക്കുന്നതാണ് അല്ലെ. അനിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ക്രെഡിറ്റർ ആയിരുന്നു. അപ്പം ക്രെഡിറ്ററിന് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ലാബിലിറ്റി അല്ലെ, ലാബിലിറ്റി കുറയുമ്പോൾ ലാബിലിറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക, ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. അതുകൊണ്ട് അനിൽ ട്രേഡേഴ്സിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്തായിട്ടാണ് കൊടുക്കുന്നത്? ചെക്ക് അല്ലേ. ഇപ്പൊ നമ്മളെ ബാങ്ക് SBI ബാങ്ക്. ഇപ്പൊ ചെക്കായിട്ട് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് ബാലൻസ് കുറയും, അസറ്റ് കുറയും. അസറ്റ് കുറയുന്ന സമയത്ത് അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു SBI ബാങ്ക് എന്ന് വരുന്നത്. നെക്സ്റ്റ് ഫ്രണ്ട് പെയ്ഡ്. ഫ്രണ്ട് പെയ്ഡ് എന്താ? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. യെസ്, ഫ്രണ്ട് പെയ്ഡ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. റെന്റ് പെയ്ഡ് തന്നെ കൊടുത്തോട്ടാ. റെന്റ് റിസീവ്ഡും ചില സമയത്ത് വരും, അതുകൊണ്ട് റെന്റ് പെയ്ഡ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് എന്താ? Purchased furniture for cash. Yes. Cash 12,000. ഏതൊക്കെ അക്കൗണ്ട് ആണ് വരാ? Purchase account ഉം cash account ഉം. അല്ല, Furniture account. എന്തുകൊണ്ടാ പർച്ചേസ് വരാത്തെ? അതായത് പർച്ചേസ് വരുന്ന സമയത്ത് എന്നറിയോ, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ പർച്ചേസ് വരാം. പർച്ചേസിൽ ഫർണിച്ചറിന് വരുമ്പോ ഫിക്സഡ് അസറ്റ് ആണ് വരാം കേട്ടോ. അപ്പൊ ഫിക്സഡ് അസറ്റിനെ ഡെബിറ്റ് ചെയ്യാം. പർച്ചേസ് വരാം, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് കൊടുക്കാം. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫർണിച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് എന്ന് പറയുന്നത് കറന്റ് അസറ്റ് ആണ്. ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ക്യാഷ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. നെക്സ്റ്റ് Owner withdraw cash for personal use.
യെസ് Drawing. വിഡ്രോ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാപിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുക്കുന്നതിന് എന്താ പറയാ? Drawing. ഡ്രോയിങ്സ് വരെ ക്യാപിറ്റലിന്റെ അണ്ടറിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഡ്രോയിങ്സ് നിന്ന് ക്യാഷ് എടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ കുറയല്ലേ ചെയ്യുന്നത്. ക്യാപിറ്റലിൽ നിന്ന് ക്യാഷ് ഓണർ എടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ അത്രയും കണ്ട് കുറഞ്ഞു. ഓക്കെ, അപ്പം ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ റൂള് നോക്കിക്കോ. Cash interest. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ റൂള് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? Capital ചെയ്യുമ്പോൾ ഡെബിറ്റ്. ഡെബിറ്റ് അല്ലേ? ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ആണ്, അതുകൊണ്ടാണ് ഡ്രോയിങ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ഡ്രോയിങ്സ് ക്യാപിറ്റൽ കുറയുന്നത് കൊണ്ട് ഡ്രോയിങ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടാണ് എടുക്കുന്നത്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ലാസ്റ്റ് വൺ. Paid electricity charges 2% by cash. യെസ്, എന്താണ് ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നത്? ബിസിനസിന്റെ Expense. എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ ജേർണൽ എൻട്രീസ് ഒക്കെ ക്ലിയർ ആയല്ലോ? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വേണ്ടത്? മരുന്ന് പിടിക്കും. ബിസിനസ് ട്രാൻസാക്ഷൻ. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ. ഓക്കെ, ഇത്രയും ട്രാൻസാക്ഷൻസ് നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യണം. ജേർണൽ എൻട്രീസ് ആയിട്ട് ഇപ്പൊ ചെയ്ത പോലെ റെക്കോർഡ് ചെയ്യണം. നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 3,75,000. ഇതെന്താണ്? ക്യാപിറ്റൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ജേർണൽ എൻട്രി എന്ന് അറിയാലോ? Cash account updated to capital account. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഡെപ്പോസിറ്റഡ് ക്യാഷ് 1,50,000 ഇൻറ്റു SBI ബാങ്ക്. അങ്ങനെ ജേർണൽ എൻട്രി വരാം. SBI bank account updated to cash account. ക്യാഷ്. യെസ്. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. Purchase account Purchase account updated to cash account. ക്യാഷ് അക്കൗണ്ട്. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മെട്രോ ട്രേഡേഴ്സ്. Purchase account Purchase updated account to to Metro Traders. Metro Traders. യെസ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. Cash Cash account account updated to updated to sales account. സെയിൽസ് അക്കൗണ്ട്. ഇനി സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അർജുൻ സ്റ്റോർസ്. Arjun's account updated to sales. sales. യെസ്, അർജുൻ സ്റ്റോർസ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്. പെയ്ഡ് ക്യാഷ് ടു മെട്രോ ട്രേഡേഴ്സ്. Metro Traders account updated to യെസ്, cash. മെട്രോ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. Yes. നെക്സ്റ്റ്, റിസീവ്ഡ് ക്യാഷ് ഫ്രം അർജുൻ സ്റ്റോർസ്. Arjun's cash account updated to Arjun stores. യെസ്, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു അർജുൻ സ്റ്റോർസ്. In next, returned goods to Metro Traders. എന്താണ്? Cash. Returned goods to Metro Traders. Metro Traders account updated to goods Mm. account. Returned goods account. ഇത് പർച്ചേസ് റിട്ടേൺ ആണോ സെയിൽസ് റിട്ടേൺ ആണോ എന്ന് ആദ്യം നോക്കാം. എന്താണ്? Purchase റിട്ടേൺഡ് ഗുഡ്സ് ടു മെട്രോ ട്രേഡേഴ്സ്. നമ്മൾ മുന്നേ മെട്രോ ട്രേഡേഴ്സിന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. നാലാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മെട്രോ ട്രേഡേഴ്സ്. ഓക്കെ, 58,400. എന്നിട്ട് നമ്മള് ഒരു 4,650 രൂപയുടെ സാധനങ്ങൾ നമ്മൾ മെട്രോ ട്രേഡേഴ്സിന് റിട്ടേൺ ചെയ്തു.
അപ്പൊ എന്ത് റിട്ടേൺ ആണ്? ഇത് പർച്ചേസ് റിട്ടേൺ പർച്ചേസ് ആണ് കേട്ടോ. റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ. യെസ്. ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി വരാം, പർച്ചേസ് അക്കൗണ്ട് ടു മെട്രോ ട്രേഡേഴ്സ് അല്ലേ. നമ്മൾ ഇത്രയും ക്യാഷിന്റെ ഗുഡ്സ് തിരിച്ചയക്കുന്ന സമയത്ത് ഇത്രയും ക്യാഷ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കുറയണം. അപ്പൊ മെട്രോ അപ്പൊ ട്രേഡേഴ്സ് നമ്മള് അക്കൗണ്ട് യെസ് മെട്രോ ട്രേഡേഴ്സ് അക്കൗണ്ട് ടു പർച്ചേസ് ചെയ്യരുത്, ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം കേട്ടോ. മെട്രോ ട്രേഡേഴ്സ് അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ. ഓക്കെ. പർച്ചേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് അക്കൗണ്ട് ടു മെട്രോ ട്രേഡേഴ്സ്, റിട്ടേൺ ചെയ്യുന്ന സമയത്ത് മെട്രോ ട്രേഡേഴ്സ് അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ. ഓക്കെ. നെക്സ്റ്റ് അർജുൻ സ്റ്റോർസ്. Store. അർജുൻ സ്റ്റോഴ്സ് റിട്ടേൺ ഗുഡ്സ് ഗുഡ്സ് ടു അസ്. അതായത് നമ്മൾ അർജുൻ റിട്ടേൺ. സ്റ്റോഴ്സിന് നമ്മള് കടത്തിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. 49,800 സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. അർജുൻ സ്റ്റോഴ്സ് എന്നിട്ട് നമുക്ക് 3,250 സാധനങ്ങൾ റിട്ടേൺ ചെയ്തു എന്ന് പറയുന്നത് എന്ത് റിട്ടേൺ ആണ്? ഇപ്പൊ സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ. നമ്മൾ സെയിൽസ് ചെയ്യുന്ന സമയത്ത്, ക്രെഡിറ്റ് സെയിൽസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേണൽ എൻട്രി എന്ത് എഴുതി? ക്രെഡിറ്റ് സെയിൽ ആകുമ്പോ ക്യാഷ് അല്ല ഡെബിറ്റ് ചെയ്യാ, നമ്മളെ പാർട്ടിയുടെ നമ്മളെ ഡെപ്റ്ററെ ആണ് ഡെബിറ്റ് ചെയ്യുക. അർജുൻ സ്റ്റോഴ്സ് അക്കൗണ്ട് ടു സെയിൽസ് എന്നല്ലേ നമ്മൾ എഴുതാ. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ടു അർജുൻ സ്റ്റോഴ്സ്. അർജുൻ സ്റ്റോർ. കാരണം 3,250 സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഡെപ്റ്റർ ഇത്രയും കണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും 3,250 ഡെപ്റ്റേഴ്സ് കുറഞ്ഞിട്ട് കാണിക്കണം. ഡെപ്റ്റേഴ്സിനെ കുറഞ്ഞിട്ട് കാണിക്കണം. ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അർജുൻ സ്റ്റോഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. സെയിൽസ് റിട്ടേൺ നമ്മൾ ഡെബിറ്റ് ചെയ്യാം. ഓക്കെ. സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി സെയിൽസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെയിൽസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ് പെയ്ഡ് സാലറി ടു സ്റ്റാഫ്. Salary account update to cash. സാലറി അക്കൗണ്ട് ടു ക്യാഷ്. പെയ്ഡ് ഷോപ്പ് റെന്റ്. റെന്റ് അക്കൗണ്ട് Account update to റെന്റ് പെയ്ഡ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. യെസ്. റെന്റ് പെയ്ഡ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് കേട്ടോ. cash അങ്ങനെ അതെ. account. ഇനി പെയ്ഡ് ഇലക്ട്രിസിറ്റി ചാർജ്. ഇലക്ട്രിസിറ്റി അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. യെസ്. ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ്ഡ് ഓഫീസ് സ്റ്റേഷനറി ഫോർ ക്യാഷ്. ഓഫീസ് സ്റ്റേഷനറി അപ്ഡേറ്റ് ടു ക്യാഷ്. Account update to cash account. പർച്ചേസ്ഡ് എന്ന് വേണ്ട, ഓഫീസ് സ്റ്റേഷനറി അക്കൗണ്ട് ടു ക്യാഷ് കേട്ടോ. ഓഫീസ് സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ്. അപ്പോൾ ഓഫീസ് സ്റ്റേഷനറി അക്കൗണ്ട് ടു ക്യാഷ്. റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. Cash account. ഇൻകം കമ്മീഷൻ റിസീവ് എന്ന് പറയുന്നത് ഇൻകം അല്ലേ. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകത്തിന് നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്. കമ്മീഷൻ റിസീവ്ഡിന് നമ്മൾ ക്രെഡിറ്റാ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ക്യാഷ് കൂടും. ക്യാഷ് ആണ് കൂടുന്നത്. ഓക്കെ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ അക്കൗണ്ട്. യെസ്. കമ്മീഷൻ Commission റിസീവ്ഡ് അക്കൗണ്ട് കേട്ടോ. received അങ്ങനെ തന്നെ account. എഴുതണേ. കമ്മീഷൻ പെയ്ഡും വരാം. അതുകൊണ്ട് റിസീവ്ഡ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കണം. കമ്മീഷൻ റിസീവ്ഡ് എന്ന് തന്നെ കാണിക്കണം. ഇനി റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഫ്രം SBI ബാങ്ക്. SBI ബാങ്ക്. റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഫ്രം SBI ബാങ്ക്. നമുക്ക് SBI ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ SBI ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും അല്ലെ. SBI ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അല്ല. SBI ബാങ്ക് അക്കൗണ്ട് ടു ഇൻകം. ഏത് വഴിയാണ് ഇൻകം? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്ന ഇൻകം ആണ് കൂടിയത്. അപ്പൊ SBI ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഓക്കെ. അങ്ങനെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് പെയ്ഡ് ക്യാരേജ് ഇൻവാർഡ്. എന്താണ് ക്യാരേജ് ഇൻവാർഡ്?
ആർക്കെങ്കിലും അറിയോ എന്താണ്? അറിയില്ല. കോമേഴ്സ് സ്റ്റുഡൻസ് അല്ലേ, അറിയണ്ടാവല്ലോ. അതായത് നമ്മൾ സാധനങ്ങൾ ബിസിനസ് നമ്മളെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിലേക്ക് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് എത്തുന്നത് വരെയുള്ള എക്സ്പെൻസ് ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് ഒക്കെ വരാം. അതിനാണ് നമ്മൾ ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത്. അത് എക്സ്പെൻസ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ ജേണൽ എൻട്രി വരാം? Carriage inward account debited to ക്യാഷ്. cash account. യെസ്, ക്യാരേജ് ഇൻവാർഡ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ക്യാരേജ് ഇൻവാർഡ് നമ്മൾ ചെക്ക് SBI ബാങ്കിന്റെ ചെക്ക് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അക്കൗണ്ട് അപ്ലോഡ് ടു SBI ബാങ്ക് അക്കൗണ്ട്. SB. യെസ്, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ്, റിസീവ്ഡ് ഡിസ്കൗണ്ട് ഫ്രം മെട്രോ ട്രേഡേഴ്സ്. മെട്രോ ട്രേഡേഴ്സിന് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ട്. കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് സെപ്പറേറ്റ് കാണിക്കുന്നു. ഡിസ്കൗണ്ട് കിട്ടിയത് എങ്ങനെ എഴുതാ? ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇങ്ക് ആണ്. മെട്രോ ട്രേഡേഴ്സ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് Cash. ലാബിലിറ്റി. Metro traders account up to Discount received. യെസ്, മെട്രോ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. Received. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് തന്നെ എഴുതണം. ഡിസ്കൗണ്ട് പെയ്ഡും ഉണ്ടാവും. ഇനി നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ബൈ ക്യാഷ്. അതായത് ഓണർ ബിസിനസ്സിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നെന്ന് പറയുന്നത്. അപ്പൊ സെയിം നമ്മള് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന അതേ ജേണൽ എൻട്രി തന്നെയാണ് ഇത്. എന്താ പറയാ? ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ, സെയിം എൻട്രി ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ഓഫീസ് ₹36,500 ബൈ ചെക്ക്. ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് അക്കൗണ്ട് അപ്ലോഡ് ടു ബൈ ബാങ്ക്. ക്യാഷ് അല്ല, ചെക്കായിട്ടാണ് കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്ത് ചെക്ക് കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മൾ കുറയുന്ന കാണിക്കണം. ഇവിടെ നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് SBI ബാങ്ക്. നമ്മൾ ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യാം. ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഡിക്രീസ് ചെയ്യുന്ന ഏതാണ് അസറ്റ്? ബാങ്ക് അല്ലേ? ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു SBI ബാങ്ക്. ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരാം. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലിടാം, ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് ഇതിന്റെ ജേണൽ എൻട്രീസും നിങ്ങൾ എഴുതാം. ഇത് എഴുതുന്ന സമയത്ത് എന്താണ് ഒരു സെക്കൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഈ എന്താണ് പേര് പറഞ്ഞത്? ലുബാബത്ത്, ഈ ക്വസ്റ്റ്യനിലെ 17 ആണോ ചോദിച്ചത്? ലുബാബത്ത്, ഇതിലൊക്കെ 17 അല്ലേ? ഞാനല്ലേ ചോദിച്ചത്. ലുബാബത്ത് അല്ലേ? വേറെ ആരാ ചോദിച്ചേ? സിനാനാണല്ലേ? ക്യാരേജ് ഇൻവാർഡിന്റെ ചോദിച്ചേ? മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ കണ്ടെന്ന് പറഞ്ഞ കേട്ടോ. ചോദിച്ചോ, ക്ലാസ്സിൽ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. പെയ്ഡ് ക്യാരേജ് ഇൻവാർഡ് ഇതല്ലേ ചോദിച്ചത്? ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ ബിസിനസ്സിലേക്ക് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് എത്തുന്നത് വരെയുള്ള എക്സ്പെൻസ് ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എന്നൊക്കെ പറയും. ആ ഒരു എക്സ്പെൻസിന് പറയുന്നതാണ് ക്യാരേജ് ഇൻവാർഡ്. ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത് ബിസിനസിന്റെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂള് ഡെബിറ്റ്. അപ്പൊ ക്യാരേജ് ഇൻവാർഡ് ആണ് നമ്മുടെ എക്സ്പെൻസ്. അതുകൊണ്ട് ക്യാരേജ് ഇൻവാർഡിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷ് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. അങ്ങനെയാണ് ജേണൽ എൻട്രി വരെ ക്യാഷ് അക്കൗണ്ട് ക്യാരേജ് ഇൻവാർഡ് അക്കൗണ്ട് ടു ക്യാഷ്. ക്ലിയർ ആണോ? അപ്പോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇടും. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയെടുക്കാം. എന്നിട്ട് ഇതിന്റെ ആൻസർ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം. ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ജേണൽ എൻട്രീസ് ആണിത്. ഇത്രയും ജേണൽ എൻട്രീസ് ഇതുപോലെ ജേണൽ വരച്ചിട്ട് എഴുതാം.
നമ്പർ എന്ന് കൊടുക്കാം. നമ്പർ അല്ല ഇവിടെ പൊതുവെ കൊടുക്കേണ്ടത് ഡേറ്റ് ആണ്. ഇവിടെ ഡേറ്റ് തരാത്തതുകൊണ്ട് ജസ്റ്റ് നമ്പേഴ്സ് ഇട്ടിട്ട് താഴെ എഴുതുക. നിങ്ങൾ ഓരോന്നിന്റെയും ജേർണൽ എൻട്രി നോക്കി എഴുതുക. എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് റൂൾ എഴുതണം. ക്ലിയർ ആകുന്നില്ല? റൂള് ഞാൻ പറഞ്ഞുതരാം. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ഡെബിറ്റും ക്രെഡിറ്റും ഇവിടെ തന്നെ എഴുതാം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്, നമ്മൾ ജേർണലിന്റെ ഫോർമാറ്റ് അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ റൂള് ഞാനിവിടെ ഇങ്ങനെ കൊടുത്താണ്. റൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജസ്റ്റ് നോക്കാം. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ ഞാൻ ഇവിടെ റൂള് കൊടുത്തിട്ടുണ്ട്. അസറ്റും ക്യാപിറ്റലാണ് വരാം. അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഈ ആരോ മെൻഷൻ ചെയ്യുന്നത് മീൻ ചെയ്യുന്നത് ഇൻക്രീസ്, താഴോട്ട് ഡിക്രീസ് കേട്ടാ. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഡെബിറ്റ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു, ക്രെഡിറ്റ്. ഇവിടെ നെക്സ്റ്റ് നോക്കാം. SBI ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അപ്പൊ രണ്ടും അസറ്റ് ആണ്. ഓക്കെ, ഇവിടെ SBI ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്യുന്ന അസറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ഡിക്രീസ് ചെയ്യുന്ന അസറ്റിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് നോക്കാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ക്ലിയർ അല്ലേ? ഇത് ഞാൻ റൂള് കൊടുത്തത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റൂള് കൊടുത്തത്. ഇങ്ങനെയല്ല ജേർണൽ എൻട്രി ഫോർമാറ്റ്, ഇത് മാത്രമാണ്. ഇത് അഡീഷണലി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പൊ ഇങ്ങനെ നോട്ടിൽ എഴുതിക്കോളാം. എന്നിട്ട് താഴെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൂൾ എന്ന് പറഞ്ഞിട്ട് മോഡൽ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റൂളും കൂടെ ഇങ്ങനെ എഴുതിക്കോ. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്തെങ്കിലും എഴുതുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്തുതരാം. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. ഒരു 10 മണി വരെ ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ, രാത്രി. ഓക്കെ. റൂൾസിലോ ജേർണൽ എൻട്രി എഴുതുന്ന സമയത്തോ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ചോദിക്കാം. ഡിസ്കൗണ്ട് ഫ്രം സപ്ലയർ വിത്ത് ജേർണൽ എൻട്രി. നാഫിയ, ഡിസ്കൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? നാഫിയ ക്ലിയർ ആയിട്ടില്ല? ഇല്ല, ക്ലിയർ ആയിട്ടില്ല. ഡിസ്കൗണ്ട് ഫ്രം സപ്ലയർ അതായത് നമ്മള് സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു, എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഒരു 10,000 സാധനങ്ങളാണ് നമ്മൾ കടത്തിന് വാങ്ങിച്ചത്. ഇപ്പൊ അനിലിന്റെ അടുത്തുനിന്ന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അനിലിന്റെ അടുത്തുനിന്ന് നമ്മൾ 10,000 രൂപയുടെ സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു. എന്നിട്ട് അനിലിന് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 500 നമുക്ക് അനിൽ ഡിസ്കൗണ്ട് അലോ ചെയ്തു. അപ്പൊ ആ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ബിസിനസിനെ സംബന്ധിച്ച് ഒരു ഇങ്കാണ്. ഓക്കെ, ഡിസ്കൗണ്ട് റിസീവ് എന്ന് പറയുന്നത് ഇങ്കാണ്. അപ്പൊ നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകത്തിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ സപ്ലയർ ആരാണ്? ക്രെഡിറ്റർ ആരാണ്? ഇവിടെ അനിൽ അല്ലെ? അനില് അത്രയും കണ്ട് ലാബിലിറ്റി കുറഞ്ഞു. എത്ര ലാബിലിറ്റി കുറഞ്ഞു? 500 ലാബിലിറ്റി കുറഞ്ഞു. ലാബിലിറ്റി നമ്മൾ കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ലാബിലിറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. മനസ്സിലായോ? ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂള് നോക്കുക, ക്രെഡിറ്റ് ആണ്. ഇവിടെ ലാബിലിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. 500 ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ലാബിലിറ്റി. 10,000 ലാബിലിറ്റി ഉള്ളടുത്ത് നമ്മൾ 500 നമുക്ക് ലാബിലിറ്റി അത്രയും കണ്ട് കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു. അപ്പൊ ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ലാബിലിറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. താങ്ക് യു. താങ്ക് യു. പിന്നെ നെക്സ്റ്റ് ക്ലാസ് തേഴ്സ്ഡേ. ഓക്കെ, ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. നിങ്ങൾ എഴുതിയെടുക്കാം. ജേർണൽ എൻട്രി ഞാനിപ്പോ പറഞ്ഞ പോലെ ആ ക്വസ്റ്റ്യനും ജേർണൽ എൻട്രീസും എഴുതാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.